നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാഗ്രത. നാട്ടിലെ കള്ളന്മാരുടെ ഇഷ്ട ഇനം ഇപ്പോൾ ചിരട്ടയും തേങ്ങയും. തേങ്ങയ്ക്ക് വില വർദ്ധിച്ചതും ചിരട്ട ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഡിമാൻഡ് കൂടിയതുമാണ് മോഷണങ്ങൾക്ക് കാരണം. തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും വില വർദ്ധിച്ചതോടെ മോഷണങ്ങളും വർദ്ധിച്ചു. തേങ്ങ തേടിയെത്തിയ കള്ളന്മാർ ഇപ്പോൾ ചിരട്ടയും ലക്ഷ്യമിട്ട് വീടുകളിലെത്തുകയാണ്. ചിരട്ട ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വലിയ ഡിമാൻഡാണ്. തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും ഇടനിലക്കാരും സജീവമായി രംഗത്തുണ്ട്. തേങ്ങയും ചിരട്ടയും മോഷ്ടിച്ച സംഭവത്തിൽ 4 പേരെ കാസർഗോഡ് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീടിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന തേങ്ങയും ചിരട്ടയും വീടിനകത്തേക്ക് മാറ്റിവെക്കേണ്ട ഗതികേടിലാണ് വീട്ടുകാർ. വീടിൻ്റെ വാതിൽ കുത്തി തുറന്ന് തേങ്ങ മോഷ്ടിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ ചിരട്ട മോഷ്ടാക്കളായ 2 കോഴിക്കോട് സ്വദേശികളെയും അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയൊരു സംഭവം ആദ്യം. മുണ്ടിത്തടുത്തെ പള്ളത്തെ സ്വകാര്യ ഓയിൽ മില്ലിൽ സൂക്ഷിച്ചിരുന്ന 25ഓളം ചാക്ക് ചിരട്ട മോഷ്ടിച്ചതിനാണ് കോഴിക്കോട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തത്. വാഹനങ്ങളിൽ ചെന്ന് വീടുകളിൽ നിന്നും മറ്റും ചിരട്ട വാങ്ങി കച്ചവടം ചെയ്യുന്നവരാണ് ഇരുവരും. തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും വൻ ഡിമാൻഡ്. ഉൽപ്പാദനം കുറഞ്ഞതും തേങ്ങ കയറ്റുമതിയുമാണ് തേങ്ങയ്ക്ക് വൻതോതിൽ വില വർദ്ധിക്കാൻ കാരണം. തേങ്ങയ്ക്കൊപ്പം തന്നെ ചിരട്ടയ്ക്കും ഡിമാൻഡ് കൂടി. 1 കിലോ ചിരട്ടയ്ക്ക് 30 രൂപ മുതൽ 40 രൂപ വരെയാണ് വില. ആർക്കും വേണ്ടാതെ കിടന്ന ചിരട്ടയ്ക്ക് പോലും വില കൂടിയതോടെയാണ് ഇവ മോഷ്ടിക്കാനും കള്ളന്മാർ എത്തിയത്. ചിരട്ട മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പച്ച തേങ്ങയ്ക്ക് 1 കിലോയ്ക്ക് വാങ്ങണമെങ്കിൽ 75 രൂപ വരെയും വിലയുണ്ട്. ചെറിയ 2 തേങ്ങ എടുത്ത് തന്നെ 1 കിലോയിലധികം വരും. കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒരേ വിലക്കയറ്റമാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ ഉണ്ടായിരിക്കുന്നത്. ചിരട്ടയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നുണ്ട്. ഇതുകൂടാതെ വിദേശങ്ങളിലേക്ക് ചിരട്ട കയറ്റുമതി ചെയ്യുന്നു. ചിരട്ടക്കരി ജലശുദ്ധീകരണത്തിനുള്ള പ്രകൃതിദത്ത വസ്തുവായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ജർമ്മനി, ഇറ്റലി, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചിരട്ടക്കരി കയറ്റി അയക്കുന്നുണ്ട്. മുൻപ് ശവസംസ്കാരത്തിനും മറ്റുമായിരുന്നു ചിരട്ടകൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പറമ്പിലും മറ്റും വലിച്ചെറിഞ്ഞിരുന്ന ചിരട്ട എടുക്കാൻ ഏജന്റുമാർ വീട്ടുകളിലേക്ക് തന്നെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെയാണ് തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും വേണ്ടി മോഷ്ടാക്കൾ ഇറങ്ങാൻ തുടങ്ങിയത്. കാലാവസ്ഥ വ്യതിയാനം കാരണം കേരളം, തമിഴ്നാട്, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ നാളികേര ഉൽപ്പാദനം 20% വരെ കുറഞ്ഞതായി പറയപ്പെടുന്നു. വെള്ളീച്ചയുടെ ആക്രമണം, കാറ്റ് വീഴ്ച തുടങ്ങിയവ ഉൽപ്പാദനക്ഷമത കുറച്ചു. അതേസമയം നാളികേര കർഷകർക്ക് വില വർധനവ് വലിയ ആശ്വാസമാണ്. അപ്പോൾ ചിരട്ടയ്ക്കിപ്പോൾ വൻ ഡിമാൻഡാണ്. സ്വർണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചിരട്ട മതി എന്നുള്ള ധാരണയിലാണ് ചില കള്ളന്മാർ. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.